കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ സ്വർഗീയ കർത്താവേ, ഇന്ന് നീ ഞങ്ങളെ സന്നിധിയിൽ കൂട്ടിവരുത്തിയ വലിയ കൃപകളോർത്ത് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ സന്നിധിയിൽ നിന്റെ വചനം കേൾക്കുവാൻ ഒരുങ്ങി വന്നിരിക്കുന്ന നിരജനത്തെ നീ അനുഗ്രഹിക്കണമേ. അടിയൻ ബലഹീനയാണേ, അവിടുന്ന് ബലപ്പെടുത്തണമേ. മാനവും മഹത്വവും അങ്ങ് എടുത്താട്ടെ. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, അടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ ധ്യാനവും എന്നും നിനക്ക് പ്രസാദകരമായിരിക്കുമാറാകണമേ. ആമേൻ. ഇരിക്കാം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നമുക്ക് പരിസ്ഥിതി ഞായറായിട്ട് കൂടി വരുവാൻ ദൈവം തന്ന വലിയ കൃപകളോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അച്ഛൻ എന്നെ പരിചയപ്പെടുത്തിയെങ്കിലും ഞാൻ ഒന്നുകൂടെ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ആതിര സൂസൻ മാത്യു. ഞാൻ പള്ളം സെൻറ്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ചർച്ച് ഇടവകാംഗമാണ്. എനിക്ക് ഇവിടെ ഒരു ഡെപ്യൂട്ടേഷന് ഈ അവസരം ഒരുക്കി തന്ന ഇടവക വികാരി ബഹുമാനപ്പെട്ട റവറൻഡ് ജോബി വർഗീസ് അച്ഛനോടും അതുപോലെ കമ്മിറ്റി അംഗങ്ങളോടും ഇടവക അംഗങ്ങളോടുമുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇതിനായിട്ട് ഞങ്ങളെ കുട്ടികളെ എല്ലാവരെയും വിളിച്ചു വരുത്തി ഞങ്ങൾക്കിതിനായിട്ട് പ്രത്യേകം മീറ്റിംഗ് ഒക്കെയും നടത്തി ഞങ്ങളെ ഒരുക്കി വിട്ട ഏറ്റവും ബഹുമാനീയനായ ബിഷപ്പിനോടും അതുപോലെ തന്നെ മാത്യു കോശി സാറിനോടും അനിൽ അച്ഛനോടും വിജി അച്ഛനോടും ഒക്കെയുമുള്ള പ്രത്യേകമായ നന്ദി ഇവിടെ അറിയിക്കുന്നു. എല്ലാറ്റിനും ഉപരി എന്നെ ഇതിനായി തിരഞ്ഞെടുത്ത് വേർതിരിച്ചാക്കിയ സർവശക്തനായ ദൈവത്തിന് ഞാൻ 1000 സ്തോത്രം ചെയ്യുന്നു. പരിസ്ഥിതി ഞായറാഴ്ചയായി നമ്മുടെ CSI സഭ ആചരിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ അതിൻ്റെ വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ചും 2 വാക്ക് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സൃഷ്ടിയുടെ സമഗ്രത സംരക്ഷിക്കേണ്ടത് സഭയുടെ ദൗത്യമായി കണ്ട് അത് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏക സഭയാണ് CSI സഭ. ഇതിനായിട്ട് 1992 മുതൽ സിനഡ് തലത്തിൽ ഒരു പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ച് നാം പ്രവർത്തിച്ചു വരികയാണ്. 2009 സഭയുടെ ഈ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് യുനെസ്കോയുടെ അന്താരാഷ്ട്ര അവാർഡ് നമ്മുടെ സഭയ്ക്ക് നൽകുകയുണ്ടായി. 2012 മുതൽ കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടുവാനുള്ള എല്ലാവിധമായിട്ടുള്ള പരിശീലനങ്ങളും നമ്മൾ നമ്മുടെ ജനങ്ങൾക്ക് നൽകി വരികയാണ്. അതുപോലെ മികച്ച പരിസ്ഥിതി സുസ്ഥിര വികസന പരിപാടികൾ ആവിഷ്കരിച്ചതിൻ്റെ പേരിൽ യുനെസ്കോ ജപ്പാൻ സമ്മാന പദ്ധതിയിലേക്ക് നമ്മുടെ സഭ തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. ഇതിനെല്ലാം അപ്പുറം യുനെസ്കോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമ്മുടെ സഭയുടെ എല്ലാ പദ്ധതികളും അതുപോലെ തന്നെ നമ്മുടെ സഭ ആവിഷ്കരിച്ചിട്ടുള്ള എല്ലാ പ്രവൃത്തികളും അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് അഭിമാനിക്കുവാൻ കഴിയുന്ന ഒന്നാണ്. എന്നാൽ ഇതെല്ലാം കൈവരിച്ചു എങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ ഒരു പരിസ്ഥിതി ഞായറിൻ്റെ പ്രസക്തി, അല്ലെങ്കിൽ വൈ ഇസ് ഇറ്റ് നെസസറി ടു സെലിബ്രേറ്റ് ആൻ എക്കോളജിക്കൽ സൺഡേ എന്നൊരു ചോദ്യം നമുക്ക് ഓരോരുത്തർക്കും ഉയർന്നേക്കാം. ഇതിന് കാരണം മറ്റൊന്നുമല്ല, പരിസ്ഥിതി എന്ന് പറയുന്നത് സകല ജീവജാലങ്ങളും അതുപോലെ തന്നെ മനുഷ്യനും ഉൾപ്പെടുന്ന ഒന്നായതുകൊണ്ടാണ്. എന്നാൽ ഇന്ന് മനുഷ്യൻ്റെ വിവിധ പ്രവർത്തികളിലൂടെ പരിസ്ഥിതിയെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതിൻ്റെ പരിണിത ഫലമായിട്ട് നമ്മളിന്ന് പ്രകൃതി പ്രക്ഷോഭങ്ങളൊക്കെയും നേരിട്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ജനുവരി മാസം മുതൽ മെയ് മാസം വരെ ഉണ്ടായിരുന്ന കനത്ത ചൂട് അതിൻ്റെ ഒരു തെളിവാണ്. എന്നാൽ ഈ പരിസ്ഥിതിയിലെ സകല പ്രശ്നങ്ങളെ നേരിടുവാനും അതുപോലെ അതിനെയൊക്കെയും നമ്മുടെ പരിധിയിൽ നിന്ന് ഒഴിവാക്കുവാനും നമുക്ക് സാധിക്കുമെന്ന് നമ്മുടെ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നത് നമ്മുടെ സഭയുടെ ദൗത്യമാണ്. അതിനാലാണ് ഈ ജൂൺ മാസം 2-ാം ഞായറാഴ്ച ഒരു പരിസ്ഥിതി ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നതും അതിനായിട്ട് കാർബൺ ന്യൂട്രൽ ഇടവകകളും സ്ഥാപനങ്ങളും എന്ന വിഷയം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇന്ന് നമുക്ക് മഹായിടവകയായി ചിന്തിക്കുവാൻ നൽകിയിരിക്കുന്നത് 3 കാര്യങ്ങളാണ്. ഒന്നാമതായിട്ടും ദൈവത്തിൻ്റെ താളവും പ്രകൃതിയുടെ താളവും ഒത്തൊരുമിക്കുന്ന ഇടമാണ് ഏദൻ തോട്ടം. 2, ദൈവത്തിൻ്റെ താളത്തെ തെറ്റിക്കുന്ന മനുഷ്യൻ്റെ പ്രവൃത്തി. 3, ദൈവത്തിൻ്റെ താളത്തെ പുനഃസ്ഥാപിപ്പിക്കുക. ഇന്ന് നമുക്ക് ചിന്തയ്ക്കായി നൽകിയിരിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ ഇങ്ങനെ പറയുന്നു: യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെയാക്കി. ഈ വാക്യത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്നത്തെ ധ്യാനം നയിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തിനാണ് ഭൂമിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്നത്? അത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 15-ാം വാക്യം നമുക്ക് കൃത്യമായ ഉത്തരം തരുന്നുണ്ട്. ദൈവം മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് അതിൽ വേല ചെയ്ത് ജീവിക്കുവാനും അതുപോലെ തന്നെ അതിനെ കാപ്പാനുമാണ്. എന്നാൽ നമ്മുടെ പല പ്രവൃത്തികൾ കാരണം ഇന്ന് ദൈവത്തിൻ്റെ താളം അതിൻ്റെ താള തകർച്ചയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.
ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 15-ന്റെ താഴോട്ടുള്ള വാക്യങ്ങൾ 16-ഉം 17-ഉം വാക്യങ്ങൾ ഇങ്ങനെയും കൂടെ പറയുന്നു: തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ഇവിടെ ദൈവം നമുക്ക് നൽകുന്നത് ഈ ഭൂമിയിലെ സകല സമ്പത്തും അനുഭവിക്കാനുള്ളൊരു സ്വാതന്ത്ര്യവും അതുപോലെ തന്നെയുള്ള അനുവാദവുമാണ്. എന്നാൽ അതോടൊപ്പം ദൈവം നമുക്ക് ചില നിയന്ത്രണങ്ങളും കൽപ്പിച്ചു നൽകുകയാണ്. ഈ നിയന്ത്രണങ്ങളൊക്കെയും പാലിച്ചാൽ മാത്രമേ ഉള്ളൂ ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിൽ ഈ ഭൂമിയെ അതിൻ്റെ പൂർവ്വസ്ഥിതിയിൽ കാക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഉദാഹരണം പറയട്ടെ. ഒരിക്കലൊരു യജമാനൻ വീട്ടിൽ നിന്ന് യാത്ര പോയപ്പോൾ ഈ വീട് കാവൽക്കാരനെ ഏൽപ്പിക്കുകയുണ്ടായി. എന്നാൽ യജമാനൻ തിരികെ വന്നപ്പോൾ കാവൽക്കാരൻ ഈ വീട്ടിനുള്ളിലെ വസ്തുവകകളെല്ലാം മോഷ്ടിച്ചെടുത്തതിന് ശേഷം ഈ വീട് യജമാനനെ തിരിച്ചേൽപ്പിക്കുന്നു. ഇന്ന് നമ്മൾ ഓരോരുത്തരും ഭൂമിയോട് ചെയ്യുന്നതും ഇത് തന്നെയല്ലേ? ഭൂമിയിലെ സമ്പത്തെല്ലാം നമ്മുടെ സ്വാർത്ഥ ഇഷ്ടങ്ങൾക്ക് വേണ്ടി കൈയടക്കി അതിനെ നശിപ്പിച്ച് യജമാനൻ വരുമ്പോൾ പാഴായൊരു ഭൂമിയെ തിരിച്ചേൽപ്പിക്കേണ്ട അവസ്ഥ വന്നു ചേരുകയാണ്. ഈ എല്ലാ പ്രവൃത്തികളുടെയും ഫലമായിട്ട് നമ്മൾ നേരിടുന്ന ഒന്നാണ് ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ആഗോളതാപനം പോലെയുള്ളവ. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രവൃത്തികളിലൂടെ മാത്രമാണ് നമുക്ക് ദൈവത്തിന്റെ താളം തിരിച്ചു പിടിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നതാണ്. ദൈവം നമ്മളോട് ഈ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം 3 ഇംഗ്ലീഷ് വാക്കുകളായിട്ട് ചുരുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു: വൊക്കേഷൻ, പെർമിഷൻ, പ്രൊഹിബിഷൻ. ദൈവം നമ്മളോട് അധ്വാനിച്ച് ജീവിക്കുവാനായിട്ട് കൽപ്പിക്കുന്നു. അതോടൊപ്പം ഈ ഭൂമിയിൽ നമുക്ക് തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും വേണ്ടുവോളം നിനക്ക് ആസ്വദിക്കുവാനുള്ള അനുവാദം ദൈവം നൽകുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം ദൈവം നമ്മളെ ചില കാര്യങ്ങളിൽ പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ആ നിയന്ത്രണത്തെ അങ്ങനെ തന്നെ സൂക്ഷിച്ചാൽ മാത്രമേ, അങ്ങനെ തന്നെ പാലിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ദൈവത്തിന്റെ താളം നിലനിർത്തുവാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമതായിട്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ താളം തെറ്റിക്കുന്ന മനുഷ്യന്റെ പ്രവൃത്തിയെക്കുറിച്ചാണ്. അല്ലെങ്കിൽ ദൈവത്തിന്റെ താളം അവതാളത്തിലാക്കപ്പെടുന്നത് എപ്പോൾ? ഏദൻ തോട്ടത്തിൽ എപ്പോഴാണ് ദൈവത്തിന്റെ താളത്തിന് ഒരു തകർച്ച വന്നത്? അത് ദൈവം കൽപ്പിച്ചിരുന്ന ഒരു നിയന്ത്രണത്തെ തെറ്റിച്ചപ്പോഴാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഞാൻ നിങ്ങളെ ഫലവത്തായൊരു ദേശത്ത് അതിന്റെ ഫലവും ഗുണവും അനുഭവിപ്പാൻ കൂട്ടിക്കൊണ്ടുവന്നു. എന്നാൽ അവിടെ എത്തിയ ശേഷം നിങ്ങൾ എൻ്റെ ദേശത്തെ അശുദ്ധമാക്കി എൻ്റെ അവകാശത്തെ അറപ്പാക്കി കളഞ്ഞു. ഇന്നത്തെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും അതുപോലെ തന്നെ അനുബന്ധ പ്രശ്നങ്ങളുടെയും കാര്യത്തിൽ ഈ വാക്യത്തിന് ഒരുപാട് പ്രസക്തിയുണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന ഈ അമേരിക്ക, യൂറോപ്പ്, ജപ്പാൻ പോലെയുള്ള രാജ്യങ്ങൾ ഇന്ന് അതിൻ്റെ വികസനത്തിൻ്റെ ഉന്നതിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്നാൽ എത്ര വില കൊടുത്തിട്ടാണ് അവരിന്ന് അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് നമുക്ക് ആലോചിക്കാം. പെട്രോളിയം പോലെയുള്ള പ്രൊഡക്ട്സ് ഉൽപ്പാദിപ്പിച്ച് അതിൽ നിന്നും വലിയൊരു ശതമാനം കാർബൺ പുറന്തള്ളിയിട്ടാണ് അവരിന്ന് വികസനത്തിൻ്റെ ഉന്നതിയിൽ എത്തി നിൽക്കുന്നത്. എന്തിനേറെ പറയുന്നു, നമ്മൾ ഇന്ന് അടുപ്പിൽ തീ കത്തിക്കുമ്പോൾ പോലും ഉണ്ടാകുന്ന കാർബണിന്റെ എമിഷൻ എന്ന് പറയുന്നത്, അതിന് ഈ ഭൂമിയിൽ നിലനിൽക്കുവാൻ സാധിക്കുന്ന കാലയളവ് എന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയുന്നതിലും അധികമാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും സാമൂഹ്യ പ്രതിബദ്ധതയോടെ നാം പ്രവർത്തിച്ചു തുടങ്ങണമെന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മളാൽ കഴിയുന്ന രീതിയിൽ കാർബൺ എമിഷൻസ് അല്ലെങ്കിൽ കാർബൺ പുറന്തള്ളുന്ന ഒരു പ്രവൃത്തിയിലും നമ്മൾ ഏർപ്പെടാതിരിക്കുക. അതിന് ഏറ്റവും അധികം ആവശ്യമായിട്ടുള്ള കാര്യം നമ്മുടെ ഉപഭോഗം കുറയ്ക്കുക എന്നുള്ളതാണ്. മിനിമൈസിങ് യുവർ കൺസംഷൻ. അതിന് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ലളിതമായ ഒരു ജീവിത രീതി കൈവരിക്കുക എന്നുള്ളതാണ്. ഒന്നും ഒരു ലക്ഷറി ആയിട്ട് കാണാതെ എല്ലാം വളരെ ചുരുക്കി ജീവിക്കുവാൻ നമ്മൾ ശ്രമിക്കണം. ക്രിസ്തു പോലും താൻ ദൈവത്തിന്റെ പുത്രനാണ്, അതുകൊണ്ട് തനിക്ക് എന്തുമാകാം എന്ന രീതിയിലല്ല ജീവിച്ചത്. ഏറ്റവും എളിമയോടെ, ഏറ്റവും താഴ്മയോടെ, വളരെ ലളിതമായ ജീവിത രീതി കൈവരിച്ച ഒരു വ്യക്തിയായിരുന്നു യേശു ക്രിസ്തു. അതിന് ഫിലിപ്പിയറിന്റെ ലേഖനം 2-ാം അധ്യായം 6 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു: അവൻ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ അല്ലെങ്കിൽ അനുഗമിക്കുന്നവൾ എന്ന രീതിയിൽ നമുക്കും ഈ ഒരു ജീവിത രീതി സ്വായത്തമാക്കുവാൻ ശ്രമിക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ യജമാനൻ ഇനി തിരികെ വരുമ്പോൾ നമുക്ക് വളരെ നല്ലൊരു ഭൂമി, ആ ഭൂമിയുടെ മനോഹാരിതയിൽ തന്നെ യജമാനനെ തിരിച്ചേൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ആർത്തിയുടെയും സ്വാർത്ഥതയുടെയും പിന്നാലെ പോകാതെ സാമൂഹിക പ്രതിബദ്ധതയോടെ തന്നെ ജീവിക്കുവാൻ ഉള്ള മനുഷ്യ സമൂഹമായി തീരണം നമ്മൾ.
നമ്മൾ ഇന്ന് ചെയ്യുന്ന പല പ്രവർത്തികൾ, അതായത് പ്ലാസ്റ്റിക് അമിതമായി ഉപയോഗിക്കുക, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുക, ഇവയെല്ലാം ഇന്ന് പാരിസ്ഥിതിക പാപങ്ങളായി തീരുന്ന അവസ്ഥയാണ്. എന്നാൽ ഇതിൽ നിന്നെല്ലാം ഉണ്ടാകുന്നത് പരിസ്ഥിതിയുടെ ഒരു താളം തെറ്റൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ താളത്തിന് ഒരു തകർച്ച വരുന്നതാണ്. ഇന്ന് നമുക്ക് കാണാം ഹരിതഗ്രഹവാതകങ്ങൾ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ അളവ് ഇന്ന് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ഗ്രീൻ ഹൗസ് ഗ്യാസസും അല്ലെങ്കിൽ ഹരിതഗ്രഹവാതകങ്ങളും ഒരുപോലെ ഹാനികരമാണ്. എന്നാൽ ഈ കാർബണിന് നമ്മൾ എന്തിനാണ് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് വേറൊന്നുമല്ല ഉത്തരം. ഈ കാർബണിന് ഏറ്റവും കൂടുതൽ നാൾ നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ നിൽക്കുവാൻ സാധിക്കും. 1000-ഉം 10,000-ഉം വർഷങ്ങൾ വരെ അതിന് ആയുസ്സുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഹരിതഗ്രഹവാതകങ്ങൾ നമ്മുടെ ഭൂമിക്ക് ആവശ്യമെങ്കിലും അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്നത് പോലെ അത് അധികമാകുമ്പോൾ നമ്മുടെ ഭൂമി ഒരുപാട് ചൂടാകുകയും അതിന് ഫലമായിട്ട് ഹിമഗണങ്ങളൊക്കെയും ഉരുകാൻ തുടങ്ങുകയും സമുദ്രത്തിന്റെ ജലനിരപ്പ് കൂടി വരികയും ചെയ്യും. ഇങ്ങനെ വന്നാൽ നമ്മുടെ അയൽ രാജ്യങ്ങളായ ബംഗ്ലാദേശ്, ഭൂട്ടാൻ പോലെയുള്ള രാജ്യങ്ങളൊക്കെ അധികം താമസിക്കാതെ തന്നെ വെള്ളത്തിനടിയിൽ പൂർണ്ണമായും ഇല്ലാതെയാകും. എന്തിനേറെ പറയുന്നു, നമ്മുടെ കൊച്ചു കേരളത്തില് കുട്ടനാട് പോലെയുള്ള ഉള്ള സ്ഥലങ്ങളും അതുപോലെ തന്നെ പല തീരപ്രദേശങ്ങളും ഇല്ലാതെയാവുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് കണ്ടുവരുന്നതാണ് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം. മഴയും ചുഴലിക്കാറ്റും അതുപോലെ തന്നെ വെള്ളപ്പൊക്കവും ഒക്കെ പ്രതീക്ഷിക്കാത്ത അതിഥികളായി തീരുന്ന അവസ്ഥയാണിന്ന്. ഇതിനെല്ലാം ഫലമായിട്ട് കൃഷിയുടെ താളം തെറ്റുന്നു, പട്ടിണി പെരുകി വരുന്നു. അതുപോലെ തന്നെ രോഗങ്ങളുടെ മുൻപാകെ നിസ്സഹായനായിട്ട് നിൽക്കുന്ന മനുഷ്യനെ നമ്മൾ COVID-19 കാലഘട്ടത്തിൽ കണ്ടതാണ്. ഇതിനെല്ലാം നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് നമ്മുടെ പ്രവർത്തികളിൽ മാറ്റമുണ്ടാക്കുക എന്നതാണ്. നമ്മുടെ പ്രവർത്തികളിൽ മാറ്റം ഉണ്ടാക്കിയില്ലെങ്കിൽ ഏറ്റവും താഴെ തട്ടിൽ കിടക്കുന്ന മനുഷ്യരാണ്, അല്ലെങ്കിൽ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത മനുഷ്യരാണ് ഇതിന്റെ പരിണിത ഫലം ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ കണ്ടുവരുന്ന വേറൊരു കാര്യമാണ്, ലോകത്തിലെയും അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും അധികം എൻവയൺമെന്റൽ റെഫ്യൂജീസിന്റെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. അല്ലെങ്കിൽ പാരിസ്ഥിതിക അഭയാർത്ഥികളുടെ എണ്ണം ഏറ്റവും അധികം വർദ്ധിച്ചു വരികയാണ്. കാരണം മറ്റൊന്നുമല്ല, സ്വന്തം വീട് വിട്ട് പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന പല മാറ്റങ്ങൾ കാരണവും പല ദോഷങ്ങൾ കാരണവും സ്വന്തം വീട് വിട്ട് അവർക്ക് പോകേണ്ട അവസ്ഥ വരികയാണ്. അതുകൊണ്ടാണ് ഭൂമിയിലെ സകല ചരാചരങ്ങളും വിമോചനത്തിനായി കാത്തിരിക്കുന്നു എന്ന് വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 19 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അതുകൊണ്ട് സൃഷ്ടിയെ സംരക്ഷിക്കേണ്ടതും അതിനെ നശിപ്പിക്കാതെ പരിപാലിക്കേണ്ടതും നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. വെളിപാട് 11:18 പറയുന്നു, സൃഷ്ടിയെ നശിപ്പിച്ചാൽ അല്ലെങ്കിൽ നശിപ്പിക്കുന്നവർക്ക് വരുന്ന ശിക്ഷാവധിയെക്കുറിച്ച് അവിടെ വെളിപ്പെടുത്തുകയാണ്. അതിനാൽ തന്നെ പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നതും അതിനെ ബഹുമാനിക്കുക, അതിനെ കരുതുക എന്നതും ദൈവനിയോഗമാണ്. അതിന് നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. മൂന്നാമതായിട്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് താളം തെറ്റിയ പ്രകൃതിയെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരുവാനുള്ള നമ്മുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ചാണ്. വെളിപാടിന്റെ പുസ്തകം 21-ാം അധ്യായത്തിൽ പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയെയും കുറിച്ച് പറയുന്നു. അതുപോലെ തന്നെ 22-ാം അധ്യായത്തിൽ ജീവൻ നദി ഒഴുകുന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ മാലിന്യങ്ങളില്ലാത്ത ഒരു ഭൂമിയും വെള്ളവും അവിടെ വിശേഷിപ്പിക്കുന്നു. ഇതെല്ലാം നമുക്ക് ഒരുപാട് പ്രത്യാശ നൽകുന്ന വേദഭാഗങ്ങളാണ്. ഇനിയും ഒരു നല്ല നാളെ നമുക്ക് കാണുവാൻ സാധിക്കും എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു വേദഭാഗങ്ങളാണ് ഇതൊക്കെ. എന്നാൽ അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഇപ്പോൾ തന്നെ പ്രവർത്തിച്ചു തുടങ്ങണം. നമ്മളാൽ കഴിയുന്ന രീതിയിൽ കൊച്ചു കൊച്ചു കാര്യങ്ങളായിക്കോട്ടെ, എന്ത് രീതിയിലാണെങ്കിലും ഭൂമിക്കൊരു നന്മ ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ അത് നമ്മൾ ചെയ്തു തുടങ്ങണം. ഇവിടെയാണ് CSI സഭ സ്വീകരിച്ചിട്ടുള്ള കാർബൺ ന്യൂട്രൽ ഇടവകകൾ എന്നതിൻ്റെ പ്രസക്തി. അതായത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് പകരം ഇതര ഊർജ സാധ്യതകളൊക്കെയും കണ്ടെത്തുകയും നമ്മൾ അതിനെ ഉപയോഗിക്കുകയും ചെയ്യണം. ഇതിനായിട്ട് വികസ്വര രാജ്യങ്ങളെ സഹായിക്കുകയും വേണം. അന്തരീക്ഷത്തിലേക്ക് കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുന്ന ഒരു പ്രവൃത്തിയിലും ഒരു പദ്ധതിയിലും ഞാൻ പങ്കാളിയാകില്ല എന്ന് നമുക്ക് പ്രതിജ്ഞയെടുക്കാം. അതുപോലെ തന്നെ അന്തരീക്ഷത്തിൽ അമിതമായി നിൽക്കുന്ന കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കുവാൻ തക്ക വിധത്തിലുള്ള എല്ലാ സസ്യങ്ങളും മരങ്ങളും നമുക്ക് പിടിപ്പിച്ചു വെക്കാം. എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ മഹാ ഇടവക ആഗ്രഹിക്കുന്നത് പോലെ അടുത്ത 3 വർഷത്തിനുള്ളിൽ നമ്മുടെ ഇടവകകളും സ്ഥാപനങ്ങളും നമുക്ക് കാർബൺ ന്യൂട്രൽ ആക്കിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇതിനായിട്ട് നമുക്ക് എന്താണ് ചെയ്യുവാൻ സാധിക്കുന്നത്? കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട്, സാമ്പത്തിക ശേഷിയുള്ളവരെല്ലാവരും സോളാർ എനർജി ഉപയോഗിക്കുവാൻ ശ്രമിക്കുക. നമ്മുടെ വീടിന്റെ മേൽക്കൂരകളിലും സ്ഥാപനങ്ങളിലും സ്കൂളുകളിലും ഒക്കെയും സോളാർ പാനലുകൾ സ്ഥാപിച്ച് അതിൽ നിന്നുള്ള വൈദ്യുതി ഉപയോഗിക്കുവാൻ ശ്രമിക്കുക.
ഇനി അഥവാ നമ്മുടെ പല പള്ളികളും, അതായത് നമ്മുടെ മുണ്ടിയപ്പള്ളി ഒക്കെയും അവിടെ സോളാർ എനർജി മാത്രമാണ് അവർ യൂസ് ചെയ്യുന്നത്. നെടുങ്ങാട് പള്ളിയിലൊക്കെയും അവർ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. മറ്റു നമ്മുടെ പലവിധമായ സ്കൂളുകളിലും കോളേജുകളിലും ഇന്ന് സോളാർ പാനലുകൾ സ്ഥാപിക്കാനുള്ള തുടക്കമിട്ട് കഴിഞ്ഞു. ഇനി അതിരിക്കട്ടെ, നമുക്ക് അത്രയും സാമ്പത്തിക ശേഷി ഇല്ല എന്നിരിക്കട്ടെ, നമുക്ക് നമ്മുടെ വീടുകളിൽ ചെയ്യാവുന്ന ചെറിയൊരു കാര്യമാണ് ഫിലമെന്റ് ബൾബുകൾ ഉപയോഗിക്കാതിരിക്കുക, മറിച്ച് LED ബൾബുകൾ മാത്രം ഉപയോഗിക്കുക. മറ്റൊരു കാര്യം നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ് സ്വന്തം സ്ഥലങ്ങളിലും പൊതുസ്ഥലങ്ങളിലും മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. മരങ്ങളുടെ ഏറ്റവും പ്രാധാന്യവും അല്ലെങ്കിൽ ഫോറസ്റ്റ് നമ്മുടെ രാജ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഭൂമിക്ക് വേണം എന്നുള്ള പ്രാധാന്യത്തെ കാട്ടിത്തരുന്ന ഒരു രാജ്യമാണ് ഭൂട്ടാൻ. ഭൂട്ടാൻ എന്ന രാജ്യം കാർബൺ ന്യൂട്രൽ പോലുമല്ല, അവർ കാർബൺ നെഗറ്റീവ് ആണ്. അതിൻ്റെ അർത്ഥം അവർ 0% കാർബൺ ആണ് ഇന്ന് പുറന്തള്ളുന്നത്. അതെങ്ങനെയെന്ന് നമ്മൾ അതിശയിച്ചേക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ഒരു വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാർബണിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 2.2 മില്യൺ ടൺസ് ആണ്. എന്നാൽ അവരുടെ ഫോറസ്റ്റിന്, അവർ നട്ടു വളർത്തിയിട്ടുള്ള മരങ്ങൾക്ക് അതിൻ്റെ 3 ഇരട്ടി കാർബണെ വരെ താങ്ങുവാനുള്ള ശേഷിയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓവറോൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ, ഒരു നെറ്റ് ക്വാണ്ടിറ്റി ലെവൽ നോക്കുമ്പോൾ അവർ 0% കാർബൺ ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു രാജ്യത്തിന് ഒന്നായി നിന്നപ്പോൾ അത്രയും വലിയ ഉപകാരം നമ്മുടെ ഭൂമിക്ക് ചെയ്യാമെങ്കിൽ, ഇത്രയും അധികം ജനസംഖ്യയുള്ള നമ്മുടെ ഇന്ത്യ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ നമുക്ക് എന്തുമാത്രം സഹായമാണ് ഈ ഭൂമിക്ക് നൽകുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിനെയും ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നതിൻ്റെയും പ്രാധാന്യം നമ്മുടെ മക്കളെ പറഞ്ഞു മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. അവരുടെ നല്ല തലമുറയ്ക്കും അവരുടെ നല്ല ഭാവിക്കും അവരുടെ തലമുറയുടെ നല്ല ഭാവിക്കും വേണ്ടിയിട്ടാണ് ഇത് എന്ന് പറഞ്ഞു മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. അതുപോലെ ഒന്നും ഒരു ലക്ഷറി അല്ലെന്നും, നമ്മുടെ സ്വന്തം കിണറ്റിലെ വെള്ളം തന്നെ ആയിക്കോട്ടെ, എന്നാലും അതിനും അതിൻ്റെതായ വില കൊടുത്ത് അതൊന്നും പാഴാക്കുവാനുള്ളതല്ലെന്നും നമ്മൾ നമ്മുടെ മക്കളെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിക്കുക. ഒരു സംഭവകഥ പറയാം. ഞാൻ ചെന്നൈയിലാണ് എൻ്റെ ഡിഗ്രി പഠനം പൂർത്തിയാക്കിയത്. അപ്പോൾ ചെന്നൈയെ പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടെങ്കിലും ഉണ്ടായിരിക്കാം. ചൂടുകാലത്ത് ഞങ്ങൾ നേരിടുന്ന ഒരു വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട്. ഞങ്ങളുടെ ഹോസ്റ്റലുകളിൽ വരെ 2 ബക്കറ്റ് വെള്ളം കൊണ്ട് നിങ്ങൾ ഒരു ദിവസം കഴിയണമെന്ന് അനൗൺസ് ചെയ്ത ദിവസങ്ങൾ വരെയുണ്ട് ഞങ്ങൾക്ക്. അങ്ങനെ ഒരു ദിവസം ഞാനും എൻ്റെ വളരെ അടുത്ത ഒരു ജൂനിയറും കൂടെ ബ്രഷ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവള് ടാപ്പ് തുറന്നു വിട്ടിട്ടാണ് ബ്രഷ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, കുഞ്ഞെ നീ ആ ടാപ്പ് അടച്ചിട്ട് ബ്രഷ് ചെയ്യും. അപ്പോഴത്തേനും അവൾ വളരെ രാഘവത്തോടെ എന്നോട് പറഞ്ഞൊരു മറുപടിയാണ്, അയ്യോ ചേച്ചി എനിക്കിത് പറ്റത്തില്ല, ഞാൻ വീട്ടിൽ ഇങ്ങനെയാണ് ശീലിച്ചതെന്ന്. അതുകൊണ്ട് മാതാപിതാക്കളോട് ഞാൻ ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യമാണ്, കുട്ടികളുടെ ശീലങ്ങൾ അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും വീട്ടിൽ വെച്ചാണ് തുടങ്ങുന്നത്. അത് ചീത്തയാണെങ്കിൽ വീട്ടിൽ വെച്ച് തന്നെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുക. വെള്ളത്തിൻ്റെയും അതുപോലെ തന്നെ ഭൂമിയുടെ പല വിഭവങ്ങളും നമുക്ക് പാഴാക്കുവാനുള്ളതല്ലെന്നും അതിന് അതിൻ്റെതായ വില കൊടുത്ത് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ എന്നും അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. നമ്മുടെ ഉപഭോഗം കൂടുന്നതിനനുസരിച്ച് മറ്റുള്ളവർക്ക് അതിനുള്ള ലഭ്യത കുറവ് സംഭവിക്കുന്നുവെന്ന് അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് മഴവെള്ളം ഒഴുകി പോകാതെ നമ്മുടെ പുരയിടങ്ങളിൽ തന്നെ കുഴി കുത്തി ഇറക്കുവാൻ ശ്രമിക്കുക. ഇന്ന് നമ്മൾ പൊതുവെ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് വീടുകളിലും മറ്റും ടൈൽസ് പാകുന്നത്. എന്നാൽ ഇത് നമ്മുടെ എളുപ്പപ്പണിക്കാണ് നമ്മൾ ചെയ്യുന്നത്, പുല്ല് വളരാതിരിക്കാനും ഒക്കെ മറ്റുമാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ അവിടെ ഭൂമിക്ക് ആവശ്യമായ മഴവെള്ളം ഇറങ്ങാതെ പോവുകയും അതിന് പല പല ദോഷങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇന്ന് നമ്മൾ എത്ര കിണറിന് എത്ര കുഴി കുത്തിയാലും നമുക്ക് വെള്ളം കിട്ടാത്ത അവസ്ഥ. എന്തുകൊണ്ടാണ്? മഴവെള്ളം ഇറങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെ ചതുപ്പുകളൊക്കെയും മണ്ണിട്ട് മൂടി നികത്തി അവിടെ വീട് പണിയുക, കുന്നുകളൊക്കെയും ഇടിച്ച് നികത്തി അവിടെ വീട് പണിയുക, ഇതെല്ലാമാണ് നമ്മൾ മനുഷ്യരിന്ന് ചെയ്തു വരുന്നത്. എന്നാൽ ചതുപ്പുകളെ വിളിക്കുന്നത് കിഡ്നി ഓഫ് ദി എർത്ത് എന്നാണ്. വെറ്റ്ലാൻഡ്സ് ആർ ദ കിഡ്നി ഓഫ് ദി എർത്ത്. അതായത് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ കിഡ്നി എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്, വെള്ളം ഫിൽട്ടർ ചെയ്ത് ഉള്ള പ്രവർത്തനമാണ് കിഡ്നിയുടേത്, അതുപോലെ തന്നെയാണ് ചതുപ്പ് നിലങ്ങൾ ഭൂമിക്ക്. ഈ മഴവെള്ളം താഴെ ഭൂമിയിൽ എത്തുമ്പോൾ ഈ ചതുപ്പുകളാണ് അതിനെ ഫിൽട്ടർ ചെയ്ത് അണ്ടർഗ്രൗണ്ട് വാട്ടറാക്കി സ്റ്റോർ ചെയ്യാൻ, അല്ലെ ഭൂമിക്കടിയിലെ വെള്ളമാക്കി തീർക്കുന്നത്. എന്നാൽ ഇന്ന് അത് സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര കുത്തിയാലും വെള്ളം കിട്ടുന്നുമില്ല. അതുപോലെ നമ്മൾ പരാതി പറയുന്ന മറ്റൊരു കാര്യമാണ് വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോൾ വെള്ളം വീട്ടിൻ്റെ അകത്ത് കയറി എന്നൊക്കെ. വെള്ളം നമ്മളോട് അതിൻ്റെ കുടിയിരിപ്പ് അവകാശത്തെ തിരിച്ചു ചോദിക്കുകയാണ്. നമ്മളാണ് അത് കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അത് തിരിച്ചു കൊടുക്കേണ്ട ബാധ്യസ്ഥതയും നമുക്ക് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് മഴവെള്ളം നമ്മുടെ പുരയിടങ്ങളിൽ തന്നെ ഒന്ന് കിളച്ചിട്ടുകയും ഒക്കെ ചെയ്ത് മഴവെള്ളത്തിന് എങ്ങനെയും ഒന്ന് താഴോട്ട് ഇറങ്ങുവാൻ, ഭൂമിക്കടിയിലേക്ക് ഇറങ്ങുവാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. മറ്റൊരു കാര്യമാണ് അടുക്കള മാലിന്യങ്ങൾ വളമായി ഉപയോഗിക്കുക. ഭൂമിയിലേക്ക് ഇഴുകിച്ചേരുന്ന അല്ലെങ്കിൽ ഭൂമിയിലേക്ക് അലിഞ്ഞു ചേരുവാൻ പറ്റുന്ന കാര്യങ്ങൾക്ക്
അതിനുള്ള അവസരം നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കുക. പ്രകൃതിയിലെ മാലിന്യങ്ങൾ നമ്മൾ കൂട്ടിയിട്ട് കത്തിക്കാതിരിക്കുക. അതുപോലെ തന്നെ കരിയിലകൾ കൂട്ടിയിട്ട് കത്തിക്കാതിരിക്കുക. അതിപ്പോൾ ഒരു വാഴയുടെ ചുവട്ടിലോട്ടാണെങ്കിലും അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ ചുവട്ടിലോട്ടാണെങ്കിലും കൂട്ടിയിട്ട് കൊടുത്താൽ ആ തണുപ്പ് ആ മരത്തിന് അല്ലെങ്കിൽ ആ വാഴയ്ക്ക് എന്നും നല്ലതായിരിക്കും. വേറൊരു കാര്യമാണ്, വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാവരും അവരവരുടെ സ്വന്തം കാറുകളിൽ പള്ളികളിൽ വരാതെ, ഒരു ദേശത്തു നിന്നുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ടെങ്കിലും മാത്രം നിങ്ങൾക്ക് ഒരു 7 പേർക്ക് വരെ ഒരു കാറിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് വരാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾ വിചാരിക്കും ഒരു കാർ ഓടിയില്ലെന്ന് പറഞ്ഞ് എന്ത് മാറ്റമാണ് ഇവിടെ നടക്കാൻ പോകുന്നതെന്ന്. വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അത്രയും കാർബൺ എമിഷനും കൂടെ കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ഭൂമിക്ക് നമ്മളെക്കൊണ്ട് ഒരു ദിവസവും കൂടെ ഒരു നല്ല ആയുസ് കൊടുക്കാൻ സാധിക്കുന്നുവെങ്കിൽ അത് നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? അതുകൊണ്ട് നമ്മുടെ ഫ്യൂവൽ കൺസംഷൻ കുറയ്ക്കുവാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ ഉള്ളൂ ഒരു മിനിമൈസിങ് ദ യൂസേജ് കോൺസെപ്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ ഉപഭോഗം കുറയ്ക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൈവരിക്കുവാൻ സാധിക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഇന്ന് കാണുന്നത് പോലെ നമ്മുടെ നല്ല ഭൂമിയെ നമ്മുടെ തലമുറയ്ക്കും അവരുടെ തലമുറയ്ക്കും ആസ്വദിക്കുവാൻ കഴിയുകയുള്ളൂ. ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന് കവി ബാലചന്ദ്രൻ ചോദിച്ചതുപോലെ ഇനി ഒരു കവികളും ചോദിക്കാതിരിക്കട്ടെ. അതിനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കാതെ തന്നെ ഇരിക്കാം. നമ്മൾ ഇന്ന് കണ്ടുവരുന്നതാണ്, നമ്മുടെ കുടുംബത്തിലാണെങ്കിലും അതെ, അല്ലെങ്കിൽ പരിചയത്തിലാണെങ്കിലും ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു ആസ്മാറ്റിക് പേഷ്യൻ്റ് ആയിട്ടാണ് അവൻ ജനിക്കുന്നത്, അല്ലെ അവൾ ജനിക്കുന്നത്. അല്ലെങ്കിൽ ലങ്സിന് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉള്ള കുഞ്ഞുങ്ങളാണ് ഇന്ന് ജനിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ പ്രവൃത്തികളുടെ ഫലമായിട്ടാണ് സംഭവിക്കുന്നത് എന്ന് ഓർക്കുക. So, നമ്മുടെ തലമുറയ്ക്കും let them also have a taste of the beautiful earth that we live in, rather than living a life of oxygen mask and cylinders. അതുകൊണ്ട് ഒരു ഓക്സിജൻ ടാബ്ലറ്റ് എടുക്കാതെ ഒരു ദിവസം പോലും കഴിയാൻ പറ്റില്ല എന്നുള്ള ദിവസങ്ങളാണ് ഒരു 50 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഇനി കാണാൻ പോകുന്നത്. എന്തിനാണ് അങ്ങനെ ഒരു ഭൂമി നമ്മുടെ തലമുറയ്ക്ക് സമ്മാനിക്കുന്നത്? അതിന് മാത്രമുള്ള എന്ത് തെറ്റാണ് അവർ ചെയ്തിട്ടുള്ളത്? അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പ്രവർത്തനം അതിനെ ശരിയാക്കുവാൻ, അല്ലെങ്കിൽ നമ്മൾ ചെയ്തു പോയ തെറ്റിനെ തിരുത്തുവാൻ സാധിക്കുമെങ്കിൽ നമുക്ക് അതിന് തയ്യാറാകാം. അതുകൊണ്ട് ഒരു പ്രവൃത്തിയും ചെറുതായി കാണാതിരിക്കുക. ഒന്നും ചെറുതല്ല. ഒരു പ്രാർത്ഥനയും പാഴാകില്ല എന്ന് പറയത്തില്ലേ, അതുപോലെ തന്നെ ഈച്ച് ആൻഡ് എവറി ആക്ട് കൗണ്ട്സ്. നമ്മുടെ ഓരോ ചെറിയ പ്രവൃത്തിക്കും അത് നല്ലതിന് വേണ്ടിയിട്ടാണെങ്കിൽ അതിൻ്റെ നല്ല ഫലം കാണുക തന്നെ ചെയ്യും. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ചിറങ്ങി പ്രവർത്തിക്കുമ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ വിശ്വാസത്തിന്റെ പ്രകടനം കൂടിയാണത്. ഈ ഭൂമി ദൈവത്തിൻ്റെതാണെന്നും ദൈവത്തിന്റെ സഹപ്രവർത്തകരായി ഭൂമിയെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്തം നമുക്ക് ഏറ്റെടുക്കാം. കാർബൺ ന്യൂട്രൽ പാരിഷ് എന്ന പദ്ധതിയിൽ നമുക്കും പങ്കുചേരാം. ഇന്ന് നമ്മൾ ചിന്തിച്ച 3 കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിച്ചത് ദൈവത്തിൻ്റെ താളവും പ്രകൃതിയുടെ താളവും ഒത്തൊരുങ്ങുന്ന ഇടമാണ് ഏദൻ തോട്ടം. രണ്ടാമതായിട്ട് ദൈവത്തിൻ്റെ താളം തെറ്റിക്കുന്ന മനുഷ്യൻ്റെ പ്രവൃത്തി. 3, ദൈവത്തിൻ്റെ താളത്തെ പുനഃസ്ഥാപിപ്പിക്കുക. അപ്പോൾ ഇനിയും ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ മനോഹരമായ ഭൂമി യജമാനൻ തിരിച്ചു വരുമ്പോൾ അതിൻ്റെ അത്രയും മനോഹാരിതയിൽ തന്നെ തിരിച്ചേൽപ്പിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതിനായിട്ട് നമ്മുടെ മഹായിടവക ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ഈ കാർബൺ ന്യൂട്രൽ ഇടവകകളും സ്ഥാപനങ്ങളും എന്ന വിഷയത്തിൽ പങ്കുചേരുവാൻ, അതോടൊപ്പം പ്രവർത്തിക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സഭ ഇന്ന് ഇത്രയും അംഗീകാരങ്ങൾ നേടിയെന്ന് ഞാനിവിടെ പറഞ്ഞു. ഇതെല്ലാം നമ്മുടെ എല്ലാവരുടെ അറിവിനാലാണോ നേടിയിരിക്കുന്നത്? അല്ല. നമ്മുടെ അറിവില്ലാതെ തന്നെ ഇത്രയും നമ്മുടെ സഭയ്ക്ക് ഇത്രയും ഉന്നതിയിൽ എത്തുവാൻ സാധിച്ചു എങ്കിൽ നമ്മുടെ അറിവോടുകൂടെ നമ്മുടെ പങ്കാളിത്തത്തോടുകൂടെ എത്രയധികം ഉന്നതിയിൽ എത്തിച്ചേരുവാൻ നമ്മുടെ സഭയ്ക്ക് സാധിക്കും. അതിന് ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോഹരമായ ഈ ഭൂമിക്ക് നന്ദി. അങ്ങ് ഞങ്ങളെ കൽപ്പിച്ചാക്കിയതുപോലെ ഈ ഭൂമിയിൽ ജീവിച്ച് ഇവിടെ വേല ചെയ്യുവാനും അതിനെ കാക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഭൂമിയുടെ താളവും ദൈവത്തിൻ്റെ താളവുമായി സമന്വയപ്പെടുത്തുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. സ്നേഹത്തോടെ പ്രവർത്തിക്കുവാനും നമ്മുടെ പരിസ്ഥിതി സംരക്ഷിക്കുവാനും കാലാവസ്ഥാ മാറ്റങ്ങളാൽ ദുരിതമനുഭവിക്കുന്ന ഞങ്ങളുടെ ചുറ്റുമുള്ളവരെ പരിപാലിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ കൃപയും സാന്നിധ്യവും നടത്തിപ്പും ഉണ്ടാകണമേ എന്ന് അപേക്ഷിക്കുന്നു. സകലതും എൻ്റെ കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ഏൽപ്പിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.